ദ കിങ് വലിയ വിജയമായിരുന്നു, ഗംഭീര വിജയം, അതിൽ സംശയമില്ല. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെ നീചഗ്രഹങ്ങളുടെ സമാന്തര സഞ്ചാരം ഈ പ്രോജക്റ്റിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാ തടസ്സങ്ങളും തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ ആവേശകരമായ സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത്. ജനമാണ് യഥാർത്ഥ രാജാവ് എന്ന സത്യത്തിലേക്കുള്ള ഒരു വെളിച്ചമായിരുന്നു ദ കിങ് എന്ന സിനിമ. ഹൈദ ഹോട്ടൽ, കോട്ടയം. രഞ്ജി പണിക്കർ ഷാജി കൈലാസിന് വേണ്ടി മാഫിയ എഴുതിയത് ഇവിടെ വച്ചാണ്. മാഫിയ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം അക്ബർ എന്ന നിർമ്മാതാവ് രഞ്ജി പണിക്കരെ വന്ന് കണ്ടു. മമ്മൂട്ടിയുടെ ഡേറ്റ് ഉണ്ട്, നമുക്കൊരു പടം ചെയ്യണം. മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ആലോചിച്ചിട്ടില്ല, രഞ്ജി പറഞ്ഞു. രഞ്ജിയും ഷാജിയും കൂടി ഏകലവ്യൻ ആലോചിച്ചത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ്. എന്നാൽ അന്ന് അത് നടന്നില്ല. പിന്നെ ഒരു പ്രോജക്റ്റും മമ്മൂട്ടിക്ക് വേണ്ടി രണ്ടുപേരും ആലോചിച്ചില്ല. പക്ഷെ മമ്മൂട്ടി തന്നെയാണ് എന്നോട് നിങ്ങളുടെ പേര് പറഞ്ഞത്, അക്ബർ രഞ്ജിയോട് സൂചിപ്പിച്ചു. ശരി, ആലോചിക്കാം എന്ന് രഞ്ജി അന്ന് പറഞ്ഞു. പക്ഷെ മാഫിയയ്ക്ക് ശേഷം കമ്മീഷണർ എന്ന സിനിമയുടെ കമ്മിറ്റ്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു. കമ്മീഷണർ കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കാമെന്ന് രഞ്ജിയും ഷാജിയും തീരുമാനിച്ചു. മമ്മൂട്ടിയുടെ പടമാണ്, എഴുതാൻ കുറച്ച് സമയം വേണം, രഞ്ജി പണിക്കർ ഷാജി കൈലാസിനോട് പറഞ്ഞു. ഷാജി അതിനോട് യോജിച്ചു. മമ്മൂട്ടിയുമായുള്ള പ്രോജക്റ്റ് താമസിക്കും എന്ന് വന്നപ്പോൾ ഷാജി കൈലാസ് രുദ്രാക്ഷം എന്ന സിനിമ ചെയ്തു. രഞ്ജിത്തിൻ്റേതായിരുന്നു സ്ക്രിപ്റ്റ്. ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് രഞ്ജി പണിക്കർ അല്ലെങ്കിലും അദ്ദേഹം രുദ്രാക്ഷത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതി. രുദ്രാക്ഷത്തിൻ്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് കുറേ കാലം അങ്ങനെ പോയി. അപ്പോഴേക്കും മമ്മൂട്ടി ചിത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും അക്ബർ എന്ന നിർമ്മാതാവ് സ്വയം ഒഴിവായി. അങ്ങനെ ആ ചുമതല മാക് അലി എന്ന മഞ്ഞളാംകുഴി അലി ഏറ്റെടുത്തു. ഈ അലി പിൽക്കാലത്ത് ഇലക്ഷനിൽ മത്സരിക്കുകയും MLA ആകുകയും ചെയ്തിരുന്നു. ഷാജി രുദ്രാക്ഷത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ രഞ്ജി പണിക്കർ മമ്മൂട്ടി ചിത്രത്തിൻ്റെ എഴുത്തും ആരംഭിച്ചിരുന്നു. ബോംബെ, വിവിധ സ്വഭാവമുള്ള മെട്രോപൊളിറ്റൻ നഗരത്തിൻ്റെ വിവിധ മുഖങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സ്വന്തം കുടുംബം തകർന്ന് അനാഥനായി പോയ സേവ്യർ. അഴുക്കുചാലുകളിലൂടെയായിരുന്നു പിന്നീട് അവൻ്റെ വളർച്ച. ഒടുവിൽ വലിയൊരു അധോലോക സാമ്രാജ്യത്തിന് നായകനായി അവൻ മാറി. ഇതായിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി ആലോചിച്ച കഥ. ക്ലൈമാക്സ് മൗറീഷ്യസിൽ ചിത്രീകരിക്കുവാനും തീരുമാനിച്ചു. ഈ കഥയ്ക്ക് ദ കിങ് എന്ന് പേരിട്ടു. തിരക്കഥ ഏകദേശം പകുതിയായി. ആ സമയത്താണ് രുദ്രാക്ഷം റിലീസ് ചെയ്തത്. അത് പരാജയപ്പെട്ടു. ഈ പരാജയം അടുത്ത ചിത്രത്തിന് പ്രശ്നമാകരുത് എന്ന ചിന്ത മാത്രമായി ഷാജി കൈലാസിന്. ഫിലിം ക്രിട്ടിക്സിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് ആ ഇടയ്ക്ക് തൃശ്ശൂരിൽ നടന്നു. രഞ്ജി പണിക്കരും ഷാജി കൈലാസും അതിൽ പങ്കുകൊള്ളാൻ അവിടെ എത്തിയിരുന്നു. ഓപ്പൺ എയർ ഓഡിറ്റോറിയം, മണ്ണിട്ടാൽ താഴെ വീഴാത്ത അത്രയും ജനം. രഞ്ജിയും ഷാജിയും വന്നിറങ്ങിയതും ആളുകൾ ആർത്തു വിളിക്കാൻ തുടങ്ങി. വരാൻ പോകുന്ന മമ്മൂട്ടി പടത്തിനെ പറ്റിയാണ് കാണികൾ വിളിച്ചു കൂവുന്നത്. അടിപൊളിയായിരിക്കണം, ചെത്തണം ചേട്ടാ തുടങ്ങിയ തരത്തിൽ ജനങ്ങൾ ഒന്നാകെ വിളിച്ചു പറഞ്ഞു. അടുത്ത് ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി പടത്തിനെക്കുറിച്ച് അവർക്കുള്ള പ്രതീക്ഷയായിരുന്നു ആ വിളിച്ചു പറയലുകളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം കോഴിക്കോട്ട് നടന്ന ഉജാല അവാർഡ് ദാന ചടങ്ങിലും രഞ്ജിയും ഷാജിയും പങ്കെടുക്കാൻ എത്തി. അവിടെയും തൃശ്ശൂരിലുണ്ടായ അനുഭവം തന്നെ ആവർത്തിച്ചു. രുദ്രാക്ഷത്തിന്റെ കാര്യത്തിൽ ഇജ് ബേജാറാവണം, കിങ്ങിൽ നികത്തിയാൽ മതി, മമ്മൂക്കാന്റെ പടമാണ്, നിങ്ങൾ ഒയപ്പരുത് കേട്ടാ. അവിടെയും ആളുകൾ വിളിച്ചു പറയുന്ന വാക്കുകളിൽ കിങ്ങിനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രം. കോഴിക്കോട്ട് വച്ച് രഞ്ജി പണിക്കർ ഷാജിയോട് പറഞ്ഞു, ഈ പ്രതികരണങ്ങളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. ജനങ്ങൾക്ക് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു രീതിയിലുള്ള നമ്മുടെ സ്ഥിരം അച്ചിലുള്ള ചിത്രം തന്നെയാണ് വേണ്ടത്. വ്യത്യസ്തത വരുത്തണ്ട. കാരണം അവരുടെ പ്രതീക്ഷ ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിലോ. ഈ സിനിമയ്ക്ക് ഒന്നാം ദിവസം തന്നെ ഇടിച്ചു കയറാൻ ആളുകൾ ഇപ്പോഴേ ഉണ്ട്. സൂക്ഷിച്ചു വേണം ഈ പടം കൈകാര്യം ചെയ്യാൻ. ഷാജി കൈലാസും ഇതിനോട് യോജിച്ചു. കോഴിക്കോട്ടുള്ള യോഗം കഴിഞ്ഞ് രഞ്ജി പണിക്കരും ഷാജി കൈലാസും എറണാകുളത്തേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഇതുവരെ ചെയ്തു വച്ച സ്ക്രിപ്റ്റിനെ കുറിച്ച് ആലോചിച്ചു. ബോംബെ പശ്ചാത്തലമാകുമ്പോൾ നെടുനീളൻ മലയാള വാചകങ്ങൾ അധികം ഉപയോഗിക്കാൻ പറ്റില്ല.
ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്തരീക്ഷം ഈ ചിത്രത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല, രണ്ടാളും കൂടി ചേർന്ന് ഇതുവരെ ചെയ്ത ചിത്രങ്ങളുടെ എല്ലാം മുകളിൽ നിൽക്കേണ്ട ഒന്നായിരിക്കണം ഈ ചിത്രം എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അതിന് ഈ ബോംബെ ചിത്രം അനുയോജ്യമല്ല. അങ്ങനെ പറഞ്ഞ് ബോംബെ കഥ കളയാൻ തീരുമാനിച്ചു. രഞ്ജിയും ഷാജിയും കൂടി എറണാകുളത്ത് ബിസിനസ്സുകാരനായ ദിനേശ് എന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ അന്ന് അത്താഴം കഴിക്കുവാൻ പോയി. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിൽ ഷാജി രഞ്ജിയോട് പറഞ്ഞു, നീ പണ്ട് പറഞ്ഞിട്ടുള്ള കളക്ടറുടെ കഥാപാത്രമുണ്ടല്ലോ, അത് ചെയ്യാം. കമ്മീഷണറിന് മുൻപുള്ള ചർച്ചകളിൽ എപ്പോഴോ രഞ്ജി ഒരു കളക്ടറുടെ കഥ പറഞ്ഞിരുന്നു. അതാണ് ഷാജി ഉദ്ദേശിച്ചത്. അത് കേട്ടതും രഞ്ജി പണിക്കർ എതിർത്തു. പറ്റില്ല, ഇപ്പോൾ ഒരു കമ്മീഷണർ കഴിഞ്ഞതേയുള്ളൂ. അത് കഴിഞ്ഞ് ഉടനെ എനിക്കൊരു കളക്ടർ എഴുതാൻ വയ്യ. ജനകീയ കമ്മീഷണറും കളക്ടറുമൊക്കെ നിൽക്കുന്നത് ഒരേ അധികാര പരിധിക്ക് അകത്തു തന്നെ. കമ്മീഷണറെ നമുക്ക് റോഡിൽ ഇറക്കി നിർത്തി തല്ലുണ്ടാക്കാം. പക്ഷെ കളക്ടർക്ക് അതും പറ്റില്ല. കമ്മീഷണറുടെ ഭാഷയിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും ഒരു കളക്ടറുടെ ഭാഷ തന്നെ. അതുകൊണ്ട് ഒട്ടും പറ്റില്ല. ഇതൊക്കെ പറഞ്ഞ് രഞ്ജി പണിക്കർ വാദിച്ചുവെങ്കിലും ഷാജി തർക്കിച്ച് ജയിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രഞ്ജി പണിക്കർ പറഞ്ഞു, കളക്ടർ എങ്കിൽ കളക്ടർ, അത് തന്നെ ചെയ്യാം. എഴുതി തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യൻ ഭരണ സർവീസിനെ കുറിച്ചും അതിൻ്റെ വിവിധ മേഖലകളിലെ സൂക്ഷ്മമായ അംശങ്ങൾ വരെ രഞ്ജി പണിക്കർ അന്വേഷിച്ചു, പഠിച്ചു. അതിൽ നിന്നും ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. കളക്ടറുടെ അധികാര പരിധി കൃത്യമായി ഇതുവരെ നിർണയിച്ചിട്ടില്ല. അതൊരു നല്ല കാര്യമായി രഞ്ജിക്ക് തോന്നി. ഒരുപാട് സാധ്യതകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വേണമെന്ന് വെച്ചാൽ കളക്ടർ ഇടപെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതൊന്നും ചെയ്യാതെ ബ്യൂറോക്രാറ്റുകളായി ചടഞ്ഞുകൂടിയിരിക്കുന്നവരാണ് അധികം പേരും. എന്നിട്ടും മീഡിയ പലപ്പോഴും ഇത്തരം ജില്ലാ ഭരണാധികാരികളുടെ പൊടിക്കൈകളെ വാഴ്ത്താറുണ്ട്. അയാൾ അർഹിക്കാത്ത വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാറുണ്ട്. അന്യദേശക്കാരനായ കളക്ടർ മലയാളം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടെ അത്ഭുതം കൂറുന്നത് കാണാം. ശുദ്ധ അസംബന്ധമാണത്. അന്യദേശക്കാരനായ കളക്ടർ കേരളത്തിൽ വരികയാണെങ്കിൽ അയാൾ അത്യാവശ്യം മലയാളം പഠിച്ചിരിക്കണം എന്നുണ്ട്. ഇങ്ങനെ മാധ്യമങ്ങളുടെ പൊള്ളയായ വാക്കുകളിൽ പൊങ്ങിക്കിടക്കുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കണം ഈ ചിത്രത്തിലെ കളക്ടർ എന്ന് രഞ്ജി പണിക്കർ മനസ്സിൽ കണ്ടു. അങ്ങനെയാണ് ജോസഫ് അലക്സ് എന്ന കഥാപാത്രത്തെ എഴുതിയത്. ജോസഫ് അലക്സ് അധികാരം കൊണ്ടും കരുത്തുകൊണ്ടും രാജപദവിയുള്ള അലക്സാണ്ടറുടെ മകൻ. നേരിന് നേര്, നെറികേടിന് നെറികേട്, ഇതാണ് അലക്സാണ്ടറുടെ ജീവിത പ്രമാണം. എന്നാൽ അച്ഛൻ്റെ നീതിശാസ്ത്രമല്ല മകൻ്റേത്. അനുപമമായ ധർമ്മബോധവും നീതിബോധവുമാണ് ജോസഫ് അലക്സിനെ ഭരിക്കുന്നത്. അപ്പനും അമ്മയും കൂടി ജോസഫിനെ അച്ഛൻ പട്ടത്തിന് പഠിക്കാൻ സെമിനാരിയിൽ കൊണ്ടുചെന്ന് ആക്കിയതാണ്. പക്ഷെ പഠിപ്പ് ഉപേക്ഷിച്ച് ജോസഫ് രാഷ്ട്രീയത്തിലിറങ്ങി. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കത്തി നിന്ന കാലം. അങ്ങനെ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ബോംബാക്രമണ കേസിൽ പോലീസ് പിടിയിൽ അകപ്പെട്ട മുഖ്യ പ്രതികളിൽ 4ാമത്തെ പേരുകാരനായി മാറി തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ്. പിന്നീട് അയാളുടെ അപ്പൻ തൻ്റെ പവറും കാശും ഉപയോഗിച്ച് മകൻ മൈനറാണെന്ന ലോ പോയിന്റിൽ ഇറക്കിക്കൊണ്ടുവരുന്നു. ആ ഒരേ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ജോസഫ് തൻ്റെ അച്ഛൻ്റെ കാശിന് നിന്നു കൊടുക്കേണ്ടി വന്നത്. പിന്നീട് അയാൾ കളക്ടറായി മാറി. ജോസഫ് അലക്സിന് അങ്ങനെ പ്രത്യേകിച്ച് റോൾ മോഡലുകളൊന്നും തന്നെ എഴുതുമ്പോൾ രഞ്ജി പണിക്കർക്കില്ലായിരുന്നു. തികച്ചും ഒരു സാങ്കല്പിക കഥാപാത്രം. രഞ്ജി പണിക്കർ തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നാണ് കിങ് എഴുതാൻ തുടങ്ങിയത്. ആദ്യത്തെ 30 സീനോളം തിരുവനന്തപുരത്ത് വച്ചാണ് എഴുതിയത്. അപ്പോഴേക്കും തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മമ്മൂട്ടിയെ വെച്ച് ആദ്യം നിശ്ചയിച്ച ബോംബെ പശ്ചാത്തലമാക്കിയുള്ള കഥയിൽ നായികയായി സുകന്യയായിരുന്നു. എന്നാൽ കഥ മാറിയപ്പോൾ നായികയും മാറി. വാണി വിശ്വനാഥിനെ നായികയായി തിരഞ്ഞെടുത്തു, അസിസ്റ്റന്റ് കളക്ടർ അനുരാധയ്ക്ക് വേണ്ടി. 30 സീനുകൾ എഴുതി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രഞ്ജി പണിക്കർക്ക് സ്ക്രിപ്റ്റ് തുടർന്ന് എഴുതാൻ കഴിയാതെയായി. എന്തു പറ്റിയെന്നറിയില്ല. വല്ലാത്ത റൈറ്റേഴ്സ് ബ്ലോക്ക്. ഷാജിയോടും അലിയോടും മമ്മൂട്ടിയോടും രഞ്ജി ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഷൂട്ടിംഗ് മന്ദഗതിയിലായിരുന്നു. കാരണം ഒരൊറ്റ സർക്കാർ കെട്ടിടങ്ങളും അവർക്ക് ഷൂട്ടിങ്ങിന് തരരുതെന്ന് ഗവൺമെൻറ് വക്താക്കൾ ഉദ്യോഗസ്ഥന്മാരോട് പ്രത്യേകം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതുമൂലം ഷൂട്ടിംഗ് ഒരുപാട് തടസ്സപ്പെട്ടു. ഇതിനിടയിലാണ് രഞ്ജിക്ക് എഴുതാൻ കഴിയാതെ വന്നതും. കോഴിക്കോട്ടേക്ക് ഷൂട്ടിംഗ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഷാജി പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്താണ് കെ കരുണാകരൻ ഗവൺമെൻറ് താഴെ വീണതും എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാകുന്നതും.
ഈ സമയത്ത് ടൂറിസം മിനിസ്റ്ററായിരുന്ന ആര്യാടൻ മുഹമ്മദ് അവരെ ഒത്തിരി സഹായിച്ചു. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായി ചാർജ് എടുത്ത അന്നു തന്നെ മന്ത്രിയെ ചെന്നു കണ്ട ആദ്യത്തെ ശുപാർശക്കാരൻ രഞ്ജി പണിക്കറായിരുന്നു. ഷൂട്ടിങ്ങിനുള്ള തടസ്സങ്ങളൊക്കെ വിശദീകരിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു. ആര്യാടൻ അപ്പോൾ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ കോഴിക്കോട് ഷൂട്ടിംഗ് സുഗമമായി. രഞ്ജി പണിക്കർ കോഴിക്കോട് ചെന്നിരുന്ന് വീണ്ടും എഴുത്തു തുടർന്നു. കോഴിക്കോട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് മദ്രാസിലേക്ക് പിന്നീട് ഷിഫ്റ്റ് ചെയ്തു. തുടർന്ന് ക്ലൈമാക്സ് ചിത്രീകരിക്കുവാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോഴാണ് ഒരു പുതിയ കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയാലോ എന്ന ചിന്ത ഉണ്ടായത്. ദി അൺടച്ചബിൾസ് എന്ന ഇംഗ്ലീഷ് ചിത്രം കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നായകൻ്റെ സുഹൃത്തായ ഒരാൾ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട്. വളരെ വലിയ ഇമ്പാക്റ്റാണ് ആ കഥാപാത്രം കടന്നു വരുമ്പോൾ ആ ചിത്രത്തിൽ ഉണ്ടാകുന്നത്. ആ തന്ത്രം ഈ ചിത്രത്തിലും ഉപയോഗിക്കാമെന്ന് കരുതി. മദ്രാസിൽ വച്ചാണ് ഷാജിയും രഞ്ജിയും കൂടി ഈ തീരുമാനം എടുക്കുന്നത്. ആരെക്കൊണ്ട് ആ കഥാപാത്രം അഭിനയിപ്പിക്കണമെന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും മദ്രാസ് വുഡ്ലാൻഡ്സ് ഹോട്ടലിലിരുന്ന് രഞ്ജി ആ ഭാഗം എഴുതിയത് അത്രയും ഷാജി വായിച്ചു നോക്കി. സ്ക്രിപ്റ്റ് വായിച്ച ഷാജിക്ക് തൃപ്തി വന്നു. അടുത്ത ദിവസം വുഡ്ലാൻഡ്സിൽ സുരേഷ് ഗോപി വന്നു. വേറെ എന്തോ ആവശ്യത്തിനായി വന്നതാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ ഷാജിയും രഞ്ജിയും കൂടി ഒരു കാര്യം ആലോചിച്ചു. നമുക്ക് ഈ കഥാപാത്രം സുരേഷിനെ കൊണ്ട് ചെയ്യിച്ചാലോ? ആ ആലോചന പിന്നീട് തീരുമാനമായി. തിരുവനന്തപുരത്തെ ഷെഡ്യൂളിൽ സുരേഷ് ഗോപി അഭിനയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ നിരന്തരമായ തടസ്സങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ ദ കിങ് എന്ന പേര് മാറ്റി നോക്കാമെന്ന് ചിലർ പറഞ്ഞു. അനുഭവങ്ങളൊന്നും അനുകൂലമല്ല എന്ന് കണ്ട ഷാജിയും രഞ്ജിയും ഒടുവിൽ അക്കാര്യം തീരുമാനിച്ചു. ക്ഷത്രിയം എന്ന് പേര് കണ്ടു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിൽ ആലോചിച്ചിരുന്ന പേരായിരുന്നു ഇത്. ഇതിനിടയ്ക്ക് തടസ്സങ്ങൾ നീക്കാനായി ജ്യോത്സ്യന്മാരെ കാണുക പതിവായിരുന്നു. എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ദ കിങ് എന്ന സിനിമയെപ്പറ്റി പറഞ്ഞു. വളരെയേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമാകും. എത്ര തന്നെ വേഗത്തിൽ ഈ സംരംഭത്തിന് തുടക്കമിട്ടാലും ഒച്ചിൻ്റെ വേഗതയിൽ വളരെയേറെ മാനസിക സംഘർഷത്തിന് ഇടയാക്കിയ ശേഷമേ ഇത് പൂർത്തിയാകൂ. മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ കുറേയേറെ ദിവസത്തെ ഗ്യാപ്പ് ഷൂട്ടിങ്ങിന് വന്നു. തുടർന്ന് സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങി. രഞ്ജി പണിക്കർ ക്ലൈമാക്സ് സീൻ എഴുതുവാൻ ആരംഭിച്ചു. ഒപ്പം സുരേഷ് ഗോപിയുടെ സീൻ ഷാജി ചിത്രീകരിക്കുകയും ആണ്. അപ്പോഴാണ് രഞ്ജിയുടെ അച്ഛൻ രോഗബാധിതനായത്. വിവരമറിഞ്ഞ ഉടൻ രഞ്ജി പണിക്കർ ആലപ്പുഴയ്ക്ക് തിരിച്ചു. അച്ഛനെ ആശുപത്രിയിലാക്കി. ആലപ്പുഴ വീട്ടിൽ താമസിച്ച് ഇടയ്ക്ക് കിട്ടുന്ന സമയത്തെല്ലാം രഞ്ജി പണിക്കർ ക്ലൈമാക്സ് എഴുതുവാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ രഞ്ജി തിരുവനന്തപുരത്തെത്തി. ക്ലൈമാക്സ് എഴുതുവാൻ തുടങ്ങി. ഓരോ മണിക്കൂർ ഇടവിട്ട് രഞ്ജി ആലപ്പുഴയ്ക്ക് വിളിക്കും. ഇതിനിടയിൽ എഴുത്തുമുണ്ട്. അങ്ങനെ 1995 സെപ്റ്റംബർ 21 രാവിലെ രഞ്ജി ക്ലൈമാക്സ് എഴുതി തീർത്തു. ഷാജിയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് കൊടുത്ത് രഞ്ജി ഉച്ചയ്ക്ക് ആലപ്പുഴയ്ക്ക് വിട്ടു. സെപ്റ്റംബർ 22 രഞ്ജി പണിക്കരുടെ അച്ഛൻ എൻ കേശവ പണിക്കർ നിര്യാതനായി. ലാബ് വർക്കുകളൊക്കെ മദ്രാസിലായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് നേരിട്ട പ്രയാസങ്ങളൊന്നും ലാബ് വർക്കുകൾക്കിടയ്ക്ക് ഉണ്ടായില്ല. ദ കിങ് എന്ന പേര് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയതിനാൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ക്ഷത്രിയം എന്ന പേര് വേണ്ട എന്ന് തീരുമാനിച്ചു. ആനുകാലിക രാഷ്ട്രീയ സംഭവഗതികളുടെ പുറംപൂച്ചു പൊളിക്കുന്ന തരത്തിലുള്ളതായിരുന്നു കിങ്ങിലെ ഓരോ നിമിഷവും. പാർലമെൻറ്റ് അംഗമായ ജയകൃഷ്ണൻ്റെ നാവിൽ നിന്നുതിർന്ന ഓരോ വാക്കും അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് മുരളി അവതരിപ്പിച്ച ജയകൃഷ്ണനെ പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിച്ചത്. ദ കിങ്ങിൻ്റെ പോസ്റ്ററിൽ ഫീൽ ദ സ്ട്രെങ്ത് എന്നൊരു പരസ്യവാചകം ഉണ്ടായിരുന്നു. കരുത്തിനെ തിരിച്ചറിയുക എന്നാണ് മലയാളം. ഈ സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ക്രിയാത്മകമായ കരുത്ത് ഈ ചിത്രത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാലും ഒരു പേരെടുത്ത് പറയണം. കാരണം ഇതിനു മുൻപ് ഒരുപാട് സിനിമകളിൽ തൻ്റെ അഭിനയശേഷി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഈ ചിത്രത്തിൽ ഈ മനുഷ്യൻ്റെ അഭിനയത്തെ പ്രശംസിക്കുവാൻ വാക്കുകളില്ല. നടൻ കുതിരവട്ടം പപ്പു. ദ കിങ് മലയാള സിനിമയിലെ മാസ് പൊളിറ്റിക്കൽ സിനിമകളുടെ മാതൃകയായി മാറി. ദ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് മാസ് എന്നറിയപ്പെടുന്ന ഷാജി കൈലാസിൻ്റെ മേക്കിംഗ് ശൈലിയും രഞ്ജി പണിക്കരുടെ തീപ്പൊരി സംഭാഷണങ്ങളും ജനപ്രിയ സിനിമയ്ക്ക് പുതിയൊരു ഭാഷ്യം നൽകി.
തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് IAS എന്ന കഥാപാത്രം IAS ഉദ്യോഗസ്ഥരെയും സിസ്റ്റത്തിനെതിരെ പോരാടുന്ന നായകന്മാരെയും കുറിച്ചുള്ള പ്രേക്ഷക സങ്കല്പങ്ങളെ ആകെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് വന്ന പല പൊളിറ്റിക്കൽ ആക്ഷൻ സിനിമകൾക്കും ഈ ചിത്രം വലിയ പ്രചോദനമായി. ഷാജി കൈലാസിൻ്റെ പേസിംഗ്, ക്ലോസപ്പ് ഷോട്ടുകൾ, വേഗതയേറിയ ക്യാമറ മൂവ്മെൻറ്റുകൾ, രാജാമണിയുടെ പശ്ചാത്തല സംഗീതം എന്നിവ ചിത്രത്തിന് മികച്ച അനുഭവം നൽകി. നീളമേറിയ ഡയലോഗുകൾ പ്രേക്ഷകരിൽ മടുപ്പുള്ളവാക്കാത്ത വിധം ക്യാമറ ആംഗിളുകളും കട്ടുകളും ഉപയോഗിച്ച് ഷാജി കൈലാസ് രംഗങ്ങളെ ഏറെ എനർജറ്റിക് ആക്കി നിർത്തി. രാഷ്ട്രീയ കൊലപാതകങ്ങളും ഗൂഢാലോചനകളും നിറഞ്ഞ പ്രമേയത്തെ ഒട്ടും വലിച്ചു നീട്ടലുകളില്ലാതെ ത്രില്ലിംഗ് ആയി സ്ക്രീനിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നാണിത്. ദേഷ്യം, വ്യക്തിത്വം, ഇംഗ്ലീഷ് വാക്കുകൾ കൃത്യമായ ഉച്ചാരണത്തോടെയും ഗാംഭീര്യത്തോടെയും പറയുന്ന ശൈലി എന്നിവ മമ്മൂട്ടി അനശ്വരമാക്കി. ജോസഫ് അലക്സിന് അനുയോജ്യനായ എതിരാളിയായി മുരളി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. 2 ശക്തമായ കഥാപാത്രങ്ങൾ നേർക്കുനേർ നിൽക്കുന്ന രംഗങ്ങൾ ചിത്രത്തിൻ്റെ വലിയ ആകർഷണമായിരുന്നു. രഞ്ജി പണിക്കർ എഴുതിയ ഡയലോഗുകളാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണവും. അതോടൊപ്പം പിൽക്കാലത്ത് വലിയ വിമർശനങ്ങൾ നേരിട്ട ഘടകവും. വാണി വിശ്വനാഥ് അവതരിപ്പിച്ച കഥാപാത്രത്തോട് മമ്മൂട്ടി പറയുന്ന സെൻസ്, സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി എന്ന് തുടങ്ങുന്ന നീളമേറിയ സംഭാഷണം തിയേറ്ററുകളിൽ വലിയ കയ്യടി നേടിയിരുന്നു. കാലം മാറിയപ്പോൾ ഈ ഡയലോഗിലെ താൻ വെറും പെണ്ണാണ് എന്ന പരാമർശവും സ്ത്രീ കഥാപാത്രത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വരികളും കടുത്ത സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതാണെന്ന് വിമർശിക്കപ്പെട്ടു. ആധുനിക സിനിമാ വിലയിരുത്തലുകളിൽ ഇത് ഏറെ ചർച്ചയായി. 80കളിലെയും 90കളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ദി കിങ് മാസ് സിനിമകളുടെ നിർവചനം മാറ്റി എഴുതിയപ്പോഴും അതിലെ സദാചാരപരമായ അധീശത്വവും സ്ത്രീ വിരുദ്ധമായ സംഭാഷണങ്ങളും ഇന്ന് പുനഃപരിശോധിക്കപ്പെടുന്നുണ്ട്. എങ്കിലും മലയാളത്തിലെ ഏറ്റവും മികച്ച മാസ് പൊളിറ്റിക്കൽ ത്രില്ലറുകളിൽ ഒന്നായി ദ കിങ് ഇന്നും നിലകൊള്ളുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന മറ്റൊരു മലയാള സിനിമയുടെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം.